സംഭവങ്ങൾക്കൊക്കെ ശേഷം വേടന് ആ ഫയർ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടോ അതോ ആ ഫയർ കൂടുകയാണോ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ട് എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ഓപ്പണായി എനിക്ക്. അപ്പൊ ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരിക്കലും ആ തീ കെട്ടുപോകാതിരിക്കാൻ ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഫയർ വിടാതിരിക്കാൻ തീർച്ചയായിട്ടും. രാഷ്ട്രീയം പറയുന്നത് നിർത്തുകയില്ല. അത് ലൈക്ക് ഐ തിങ്ക് ഐ എം ദ ചോസൺ വൺ. ഞാൻ അല്ലെങ്കിൽ മറ്റാരിത് പറയും അല്ലേ? ഒരു ആർട്ടിസ്റ്റ് ആയിട്ടേ എനിക്ക് ഇത് പറയാൻ എനിക്ക് ഉള്ള ധൈര്യം ബാബാ സാഹിബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളിൽ നിന്നും കിട്ടുന്നതാണ്. ഞാൻ അവരെ വായിച്ചതുകൊണ്ടും. അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ, ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇപ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയക്കാരേക്കാളും സ്വാധീനമുള്ള ഒരു വർഗമാണ് ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത്. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലെന്നേ. അവനക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ, എൻ്റെ DNA ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ലൈവ് പരിപാടിയിൽ വന്നൊന്ന് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല, എവിടെയും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. ഈ DNA രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരുപാട് കാലം ഇതേ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് പേരെന്താ അറിയാ? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല അല്ലേ, നീ തമ്പുരാനുമല്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ഒരുപാട് പേരെ അസ്വസ്ഥപ്പെടുത്തിയതാണ്. അത് ഇനിയും പല വേദികളിൽ പാടാനുള്ളതല്ലേ. അപ്പൊ ഇത് അതിലൊരു വേദി.